ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ല വെയിലടിക്കുന്നുണ്ട്. വെറുതെ ഞാൻ വെളിയിലോട്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ട് താഴത്തെ ഫ്ലാറ്റ് റിനോവേറ്റ് ചെയ്യുമായിരുന്നേ. അപ്പം കുറേ ദിവസമായിട്ട് അതിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു. നമുക്ക് പക്ഷേ ശല്യവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഒരു സൗണ്ട് പോലും വെളിയിൽ കേൾക്കാനില്ലായിരുന്നു. റിനോവേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു പെട്ടിയാണ് ഇത് കേട്ടോ. അതിനെന്താ പേരെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനെ ഇപ്പം തിരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടുത്തെ വർക്കൊക്കെ ഭയങ്കര ക്ലീനാണ്. ഒന്നും അങ്ങനെ വലിച്ചു വാരിയും കാര്യങ്ങളും ഒന്നും ഇടാറില്ല. അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്നാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ രാവിലെ ഇന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് എന്താ ഒണിയനും ക്യാപ്സിക്കവും അതിലേക്ക് ഉപ്പും നാരങ്ങ നീരും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇന്നൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ബട്ടറിലേക്ക് ഇത് ഞാൻ ഫ്രോസൺ മേടിച്ച് വെച്ചേക്കുന്ന സ്വീറ്റ് കോണാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ഇതിട്ടിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല ഇടാം, നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പനീറാണ് ഇടുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പനീർ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ മസാലയൊക്കെ അതിലേക്കൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിൽ. അതും കൂടി ഇട്ട് കൊടുത്ത് ഫില്ലിങ് റെഡിയാക്കി. കഴിഞ്ഞ ദിവസം ഹാഫ് ഡേയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ബ്രെഡ്. അപ്പം ഞാൻ മിക്കവാറും ഇപ്പം സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ബ്രെഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് ആയിരിക്കും. എന്നും ഈ ദോശ, ഇഡലി ഇതൊക്കെ കഴിച്ച് മടുത്തു. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ എന്നിട്ട് ബ്രെഡ് എടുക്കുക. ബ്രെഡ് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അത് ചെയ്തില്ല. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചീസ്, കുറച്ച് ആഡംബരത്തിന്, പിന്നെ ഈ നമ്മൾ ആ ഒരു ക്യാപ്സിക്കവും ഒണിയനും കൂടെ ഇങ്ങനെ നാരങ്ങ നീരൊഴിച്ച് മിക്സ് ചെയ്തില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. ചില്ലി ഫ്ലേക്സ് കുറച്ചേ ഉള്ളായിരുന്നു, അത് തട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ബ്രെഡും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്താലും കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പമാണ്, പക്ഷേ അത്യാവശ്യം എന്താ പറയുക, റിച്ചാണ് കേട്ടോ. നമുക്ക് കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയും. കാരണം ഇന്നത്തെ പനീറൊക്കെ ആണല്ലോ, പനീർ ചീസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വെജ് സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. വർഷക്കുട്ടിക്ക് വിമാനം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഏട്ടനൊരു പണി കൊടുത്തതാണ് രണ്ടുപേർക്കും. 1-2 മാസം മുമ്പ് ഇവിടെ ഗ്ലാസ്ഗോയിൽ സ്പൈഡർമാൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. അപ്പോൾ നമ്മൾ പോയി കണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ വരയ്ക്കാനാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും വരച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ക്യാമറ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് മൈക്രോഫോൺ. ഓ, ഇത് ഫുള്ള് ക്യാമറ ആണ്. ബാറ്ററി അതിൻ്റെ ഒരു ഡയറക്റ്റ് ടേക്ക് കഴിഞ്ഞു. 354 കൊള്ളാടാ. കൊള്ളാം. രണ്ടുപേരുടെയും കൊള്ളാം. ആർക്ക് പ്രൈസ് കൊടുക്കും അച്ഛൻ? സ്പൈഡർമാൻ തീരെ ചെറുതായി. ഡീറ്റെയിൽസ് നോക്ക് ഇവിടെയൊക്കെ. ഡീറ്റെയിലിംഗ് കറക്റ്റ്. ഈ ഡീറ്റെയിലിംഗ് കറക്റ്റ് അല്ല. നോക്ക് ഡീറ്റെയിലിംഗ് ഓക്കെ അല്ലേ? 3D നോക്ക്. 3D ഇതൊക്കെയാണ് സെക്യൂരിറ്റി ഗാർഡ്. ഞാൻ ലാൻഡ് ഇട്ടുള്ളത് കണ്ടാ. ഇതെല്ലാം നോർമൽ പീപ്പിൾ. അവർക്ക് ഐഡി കാർഡുകളുണ്ട്. നോക്ക് സെക്യൂരിറ്റി പീപ്പിൾ. സെക്യൂരിറ്റി നിൽക്കുന്നവർക്ക് ഐഡി കാർഡ് ഉണ്ട് കഴുത്തിൽ. നോക്ക്, അതുകൊണ്ട് പക്ഷേ എല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ നിൽക്കണം ഇവിടെ. നമ്മൾ നിന്നടം, നമ്മള് മൂവിയുടെ ഷൂട്ടിങ്ങിന് നിന്ന സ്ഥലം. വിവാൻ വന്ന് ഒരുപാട് സൂം ചെയ്താണ്. അവൻ ഡ്രോൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. വിവാൻ ഡ്രോൺ ക്യാമറ ഡ്രോൺ മൈക്രോഫോണ് റെക്കോർഡ് ചെയ്തത്. അതിന്റെ ആള് അവൻ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയി തിങ്ക് ചെയ്തു അല്ലേ? നീ ഒരുപാട് സൂം ചെയ്തു. ചേച്ചി വന്ന് ചേച്ചി ഈ ബേർഡ് ഐ വ്യൂ ചെയ്തു. ഞാൻ ഡ്രോണിൽ ക്യാപ്ചർ ചെയ്തത്. ഞാൻ പെർസ്പെക്റ്റീവ് ബുദ്ധി
ഡ്രോണിൽ ആയിക്കോട്ടെ കൊള്ളാം കൊള്ളാം, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇവന്റെ സ്പൈഡർമാൻ കൊള്ളാം. നോക്ക് full എന്റെ നോക്ക് എന്റെ ഇങ്ങനെ നിൽക്കുന്നു സ്പൈഡർമാൻ പോസില്. അത് ഓക്കെ, പക്ഷെ നിനക്ക് ഡീറ്റെയിലിംഗ് ഇല്ല. അവന് ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്പൈഡർമാന്റെ സ്പൈഡർമാന് കറക്റ്റ് അറിയുന്നു. അല്ലേ അറിയുന്നുണ്ട്. പക്ഷെ ലൈറ്റ് ഇട്. പിന്നെ അതിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതില്. അപ്പൊ ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക്. നോക്ക് ഇവിടെയും കാണാൻ പറ്റും ചെറുതായിട്ട്. അബവ് ദിസ് ഫിംഗർ. ഈ രണ്ടുപേരും നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സൂമിലല്ല, ഇത് പെർസ്പെക്റ്റീവ്, ഇത് ബേർഡ്സ് ഐ. ഇപ്പൊ ചേട്ടൻ എന്ത് ചെയ്യാൻ പോണോ? ക്യാമറ ആണ് എടുക്കുന്നത്. ക്യാമറ ഇത് എടുക്കുന്നത്. ഇത് ബേർഡ്സ് ഐ വ്യൂ. ഇത് ഡ്രോൺ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ആര് ജയിച്ചു? ചേച്ചി 100%. ശരി, ഓക്കെ, അവന്റെ ഏജിൽ അവൻ നന്നായിട്ട് തന്നെ ചെയ്തു. അവൻ വന്ന് കുറച്ച് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്തു. സൂപ്പർ സൂപ്പർ. ഞാൻ പറഞ്ഞത് രണ്ടുപേർക്ക് രണ്ട് രീതിയിലുള്ള വിഷയം. കണ്ടല്ലോ, നീ നാളെ ഇതേ സെയിം തിങ് ഞാൻ പറയും. ഇപ്പഴല്ലേ നാളെ. അപ്പൊ ആർക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, വേണ്ടയാ, മതിയായാ ചെയ്തത്? അപ്പൊ ചേച്ചിയെ കോപ്പി ചെയ്യാൻ പറ്റൂലേ? പക്ഷെ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. സൂപ്പർ സൂപ്പറാ ചെയ്ത്. വിചാരിച്ചില്ല 2D ചെയ്യണം. ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അതില്ല, ആ ഐഡി കാർഡ് വരെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന് ഐഡി കാർഡ് വരെ അവൾ അതെല്ലാം ഓർത്ത് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ് വശി. കാലങ്ങനെ കാണും നമ്മൾ മോടി നോക്കുമ്പോ. അങ്ങനെ അവരുടെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോയത് ഫുഡ് ഉണ്ടാക്കാനാണ്. ഉച്ചക്കത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇങ്ങനെ ചുട്ടരച്ച ചമ്മന്തിയും ചോറൊക്കെ കഴിച്ചിട്ട്. എനിക്കതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. വശിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ വശക്കുട്ടിക്ക് ചമ്മന്തി കണ്ടപ്പോൾ കഞ്ഞി മതിയെന്നായി. അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയാണ് അവൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ വെളുത്ത പയറുണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ചെറിയ ഉള്ളിയും വറ്റൽമുളകിനെയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് ആ വേവിച്ച പയറൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് സാധാരണ നമ്മുടെ പച്ചപ്പയറിനെക്കാട്ട് ഒന്നുകൂടി ഇഷ്ടം ഈ ഒരു കുഞ്ഞ് വെളുത്ത പയറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഉണ്ടാക്കി. പിന്നെ ക്യാരറ്റ് ബീൻസും കൂടെ ഒരു തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതും. ഇത്രയും പോരല്ലേ? അങ്ങനെ അതൊക്കെ വെച്ച് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഞാൻ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എല്ലാത്തിനെയും ഒന്ന് ക്ലീനിങ് കൂടെ ചെയ്ത്. കുറേ പാത്രങ്ങൾ ഡിഷ് വാഷറിൽ കിടപ്പുണ്ട്. അപ്പം അതിനൊന്നും ഞാൻ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനൊക്കെ എടുത്ത് സെറ്റാക്കണം. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് ലോഡ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടി. അപ്പം ഉണ്ടാക്കി വെച്ചെല്ലാം ഒരു ബൗളിലാക്കി വെച്ചിട്ട് ഈ ഒരു പാനൊക്കെയും കഴുകി വെച്ചേക്കാമല്ലോ. അപ്പോൾ അത്രയും പണി കുറയുമല്ലോ. അങ്ങനെ അതിനൊക്കെ ഒന്ന് ഓരോ ബൗളിലാക്കി റെഡിയാക്കി വെച്ചു. വർഷക്കുട്ടി നേരത്തെ തന്നെ വന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിരുന്നു. ബാക്കി ആർക്കും ഇപ്പം ചോറ് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എല്ലാത്തിനും അടച്ച് അവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പൊതുവെ വൈകുന്നേരങ്ങളിലാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കാറുള്ളത്. കാരണം രാത്രി എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തലയ്ക്ക് വട്ട് പിടിക്കും. ആ സമയത്ത് എളുപ്പപ്പണിക്കാണ് ഇത് ചെയ്യാറുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനൊക്കെ റെഡിയാക്കി വെക്കണമെന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കാറില്ല. ഞാൻ ഓരോ ദിവസം രാവിലെ ഫ്രിഡ്ജ് തുറക്കും. ഇന്ന് എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരാഴ്ചത്തെ മീൽ പ്ലാനൊക്കെ റെഡിയാക്കി വെക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു കൊതി, എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ, കൂട്ടത്തിലൊരു ചായയും കൂടെ ആകുമ്പം അടിപൊളിയാവുമല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ ഹൗസ് ഓഫ് ഷെയറിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഏത്തപ്പഴം. ഞാനും വിവാനുമാണ് ഏത്തപ്പഴത്തിൻ്റെ ഫാൻസ്. അപ്പോൾ വിവാൻ ഓൾറെഡി കൊണ്ടുവന്നപ്പോഴേ അവന് എടുത്ത് കഴിച്ചു. അവൻ്റെ ഞാൻ പിന്നെ ഒരെണ്ണം പിടിച്ച് മേടിച്ച് വെച്ചതാണ്. എനിക്കൊരു പഴംപൊരി ഉണ്ടാക്കി കഴിക്കണം അവിടെ, അത് കൊതിയായിരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മൈദ വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പിന്നെ വശിക്കുട്ടിയും ഏട്ടനും ഇതിനോട് ഒട്ടും താല്പര്യമൊന്നുമില്ല. ഏട്ടൻ പിന്നെയും കഴിക്കും, വശിക്കുട്ടി തീരെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു പഴം എടുത്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയത്. ഇവിടെ എപ്പോഴും അങ്ങനെ നല്ല പഴമൊന്നും കിട്ടാറില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു. വൈകുന്നേരത്തെ സ്നാക്കോട് കൂടി കുക്ക് ചെയ്യാനുള്ള മൂടൊക്കെ തീർന്നു. അതുകൊണ്ട് രാത്രിയിൽ ഡിന്നർ ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ക്ലേ ഓവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇത് അവരുടെ നാണാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രിൽ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ചിക്കൻ തിക്ക, അതുപോലെ തന്നെ മട്ടനല്ല ലാം തിക്ക, അങ്ങനെ ഷീ കബാബൊക്കെ എല്ലാത്തിനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ ഇവർ ഈ ചിക്കനിലൊക്കെ ഒരു ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര കളറായിട്ടിരിക്കുന്നത്. അതില്ലാതെ തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുക നമ്മൾ വല്ലപ്പോഴും ഒക്കെയല്ലേ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.